മെൽബണിൽ നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റ് മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് 11-ൽ ചില മാറ്റങ്ങൾ വരുത്തിയാകും ഇന്ത്യ മത്സരത്തിനിറങ്ങുന്നത്. ടോപ്പ് ഓർഡർ നിരയിൽ നിന്ന് ശുഭ്മാൻ ഗില്ലിനെ മാറ്റി പകരം സർഫറാസ് ഖാനെയോ അല്ലെങ്കിൽ ധ്രുവ് ജൂറലിനെയോ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. മധ്യനിരയിൽ നിന്നും ആരെയും മാറ്റി ഒരു പരീക്ഷണത്തിൽ ഇന്ത്യ തയ്യാറാകില്ല. എന്നാൽ കഴിഞ്ഞ ടെസ്റ്റിൽ ബാറ്റിംഗിൽ മാത്രം തിളങ്ങിയ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ മാറ്റി ചിലപ്പോൾ വാഷിംഗ്ടൺ സുന്ദറെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ജഡേജയ്ക്ക് ബൗളിംഗിൽ കാര്യമായ ഒന്നും തിളങ്ങാനായില്ല. നിലവിൽ വാഷിംഗ്ടൺ സുന്ദർ ബാറ്റിംഗിലും ബൗളിംഗിലും ഫോമിലുള്ള താരമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ നിർണായകമാകും ഫോമിലുള്ള ഒരു ഓൾറൗണ്ടറുടെ സാന്നിധ്യം. ഈ രണ്ട് മാറ്റം വരുത്തിയാകും ഇന്ത്യ അടുത്ത മത്സരത്തിനിറങ്ങാനുള്ള സാധ്യത കൂടുതൽ. ഇന്ത്യക്ക് ഇനിയുള്ള മത്സരങ്ങൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ കരുക്കളും നീക്കിയാകും രോഹിത്തും കൂട്ടരും ഇറങ്ങുക. കഴിഞ്ഞ രണ്ട് മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം വളരെ മോശമായിരുന്നു. അതിനാൽ രണ്ട് ടെസ്റ്റിലും ഇന്ത്യ നന്നായി സമ്മർദ്ദത്തിലായിട്ടുമുണ്ട്. ടോപ്പ് ഓർഡർ നിരയിലെ വൻ ബാറ്റിംഗ് തകർച്ചയാണ് ഇന്ത്യയെ ഇപ്പോൾ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നത്. യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്ന് ഓപ്പണിംഗ് ബാറ്റിംഗ് ആരംഭിച്ച് 100 റൺസ് കടക്കും മുമ്പ് തന്നെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ ഓരോന്നായി കൂടാരം കയറുകയാണ്. നിലവിൽ ഓപ്പണിംഗ് ബാറ്റിംഗ് പൊസിഷനിൽ കളിച്ചിരുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മധ്യനിരയിലേക്ക് വഴിമാറിയെങ്കിലും ഒരു മാറ്റവും രോഹിത്തിന്റെ ബാറ്റിംഗിൽ കാണാൻ സാധിക്കുന്നില്ല. കിങ് കോഹ്ലി ആകട്ടെ വളരെ കുറഞ്ഞ പന്തുകൾ കളിച്ചു ഗാലറിയിലേക്ക് തന്നെ മടങ്ങുന്ന കാഴ്ചകളും ഇന്ത്യൻ ആരാധകരെ വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർക്കും മധ്യനിര ബാറ്റ്സ്മാൻമാർക്കും ഓസ്ട്രേലിയൻ പേസ് നിരയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അടിപതറുന്ന ദയനീയ അവസ്ഥയാണ് ടീം ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബാറ്റിംഗ് തകർച്ച ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് ഇന്ത്യക്ക് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയൻ മധ്യനിര ബാറ്റ്സ്മാൻ ട്രാവിസ് ഹെഡ്. ഹെഡിനെ തളയ്ക്കാനുള്ള ക്യാപ്റ്റന്റെ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ബൗളർമാരെ മാറി മാറി പരീക്ഷിച്ചിട്ടും ഹെഡിനെ പൂട്ടാൻ കഴിയുന്നില്ല. ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർമാരെയും സ്പിൻ ബൗളർമാരെയും ഒരുപോലെ അനായാസം നേരിട്ട് തന്റെ ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനങ്ങൾ ടീമിനും ആരാധകർക്കും വേണ്ടി സമ്മാനിച്ചിട്ടാണ് ഹെഡ് മടങ്ങുന്നത്. തുടർച്ചയായി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നിർണായകമായ രണ്ട് മികച്ച സെഞ്ചുറികൾ നേടിയ ആത്മവിശ്വാസത്തിലാണ് ഹെഡ്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്കെപ്പോഴും തലവേദന തന്നെയാണ് അദ്ദേഹം. നിലവിൽ ഓസ്ട്രേലിയയെ കുറച്ചെങ്കിലും ഭയപ്പെടുത്തുന്നത് ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് മാത്രമാണ്. ഇന്ത്യൻ ബൗളർമാർ വിക്കറ്റെടുക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴെല്ലാം ബുംറ മാത്രമാണ് സ്ഥിരതയോടെ പന്തെറിഞ്ഞ് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെ ഓരോന്നായി കൂടാരത്തിലേക്ക് മടക്കി അയക്കുന്നത്. ശരിക്കും ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ബുംറ നടത്തുന്നത്. ബുംറയ്ക്ക് മികച്ച പിന്തുണ നൽകി ഓസ്ട്രേലിയൻ ബാറ്റർമാരെ ഒതുക്കാൻ പറ്റുന്ന തരത്തിൽ ആരും തന്നെ ഉണ്ടാവുന്നില്ല എന്നതാണ് ഈ സീരീസിൽ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. മുഹമ്മദ് സിറാജും ഹർഷിത് റാണയും ആകാശദീപും അടങ്ങുന്ന പേസ് ബൗളർമാർ ആരും തന്നെ മികവിലേക്ക് ഉയരുന്നില്ല എന്നത് ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ കാര്യത്തിൽ ഏറെ ആശങ്ക ഉണ്ടാക്കുകയാണ്. ഇന്ത്യയെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റാൻ ഇനി ഒരാളെ കൊണ്ടേ കഴിയൂ. അത് മറ്റാരുമല്ല, മുഹമ്മദ് ഷമി തന്നെ. തന്റെ കാലിനേറ്റ പരിക്കു മൂലം ഒരു വർഷത്തോളമായി ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുഹമ്മദ് ഷമിയെ കാത്ത് ആരാധകർ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴും ഷമി ടീമിലേക്ക് മടങ്ങിയെത്താത്ത സങ്കടത്തിലാണ് എല്ലാവരും. ഷമി വന്നാൽ ബുംറയ്ക്കൊരു മികച്ച പിന്തുണ നൽകി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഏറെ ആരാധകരും. നിലവിൽ ഷമി പൂർണ്ണമായ ഫിറ്റ്നസ് കൈവരിച്ചിട്ടില്ല. എങ്കിലും കുറച്ചൊക്കെ മത്സരങ്ങളിൽ കളിക്കാനും ഷമിക്ക് സാധിച്ചിട്ടുണ്ട്. പരിക്കിനെ തുടർന്നുള്ള തന്റെ ഒരു കൊല്ലത്തെ വിശ്രമത്തിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ബംഗാളിന് വേണ്ടി കളിച്ചിരുന്നു. ടൂർണമെന്റിൽ ബാറ്റിംഗിലും ബൗളിംഗിലും മികവ് കാട്ടി താൻ പൂർണ്ണമായും ഫിറ്റ്നസ് നേടിയിരിക്കുന്നുവെന്ന് തെളിയിക്കും വിധമായിരുന്നു ഷമിയുടെ പ്രകടനം. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ഓസ്ട്രേലിയക്കെതിരെ തുടർന്നുള്ള മത്സരങ്ങളിൽ ബുംറയ്ക്കൊപ്പം ഇന്ത്യയുടെ രക്ഷകനായി മുഹമ്മദ് ഷമി എത്തുമോ എന്ന കാര്യത്തിലാണ് ആരാധകർക്കാകെ ആശങ്കയുള്ളത്. ഇന്നലെ ആരംഭിച്ച വിജയ് ഹസാരെ ട്രോഫിയിൽ ഡൽഹിക്കെതിരെ നടന്ന ഉദ്ഘാടന മത്സരത്തിലും അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരുന്നു. മൂന്നാം ടെസ്റ്റിന് ശേഷം പത്രസമ്മേളനത്തിൽ മുഹമ്മദ് ഷമിയെ ടീമിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിനെക്കുറിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെ: ഇന്ത്യൻ പേസ് ബൗളർ മുഹമ്മദ് ഷമി തന്റെ പരിക്കിൽ നിന്നും ഇപ്പോഴും പൂർണ്ണമായും ഫിറ്റ്നസ് നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു റിസ്ക് എടുത്ത് ഷമിയെ ടീമിൽ ഉൾപ്പെടുത്തുക വലിയ പ്രയാസം തന്നെ. പൂർണ്ണമായും ഫിറ്റ്നസ് നേടിയാൽ ഉറപ്പായും ഷമിയെ ടീമിലേക്ക് കൊണ്ടുവരുമെന്നും രോഹിത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ സംബന്ധിച്ച് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയോട് വ്യക്തമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. ഷമിയുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങൾ പലർക്കുമിടയിലുണ്ട്. എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ തുടർന്നുള്ള മത്സരങ്ങളിൽ ഷമി കളിച്ചേക്കില്ല എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും നാലാം ടെസ്റ്റിൽ ഇന്ത്യയുടെ വിജയം കാത്ത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം.